എല്ലാവർക്കും നിസാം വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കാനോൺ G7X Mark II, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വ്ളോഗിംഗ് ക്യാമറ, കോമ്പാക്റ്റ് ആയിട്ടുള്ള. ഇവൻ ശരിക്കും ഒരു വ്ളോഗിംഗ് രാവണൻ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഞാൻ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടേ ഇവൻ എൻ്റെ കൂടെയുണ്ട്. ഏകദേശം ഒരു 40,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങിയ ക്യാമറയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഇവനെ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ഇന്ന് ഇവനെ തല്ലി പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ തല്ലി പൊട്ടിക്കണത് എന്തിനാണെന്ന് എല്ലാവരും ചോദിക്കും. ഇതെനിക്കിപ്പോൾ ഉപയോഗശൂന്യമാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു കുഞ്ഞു പ്രതിഷേധം കാനോൺ കമ്പനിയോട്. അത് അവർ കാണുമൊന്നുമില്ലായിരിക്കും, എന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇവനെ മാറ്റുകയാണ്. അപ്പോൾ ഇവനെ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ONKV ഉണ്ണിയും നമ്മുടെ അവി വ്ളോഗ്സും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കുപ്പിച്ചുകൊണ്ടേയും കുറേ പരിപാടിയൊക്കെ ആയിട്ട് അവരിവിടെ കൂടി. അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ അവരുടെ ചാനലിൽ വ്യക്തമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ക്യാപ്ചർ ചെയ്ത കുറച്ച് വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഇവനെ വെട്ടിയോ തല്ലിയോ പൊട്ടിക്കാനുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യട്ടെ. ചൂണ്ടയിടിയിലാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ കയാക്കിൽ പോയിട്ട് എന്താ മീൻ പിടിക്കാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഉണ്ണിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതിൻ്റെ ഒരു ബാക്കി അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതൊന്നുമില്ല, കുപ്പിക്കകത്ത് ചൂണ്ട കെട്ടിയിട്ട് അത് കോഴിക്കുടലും ചേർത്ത്, കണ്ടല്ലോ ഇച്ചിരി സ്മെല്ലൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് കയ്യപ്പ് വേണമെങ്കിലും പുറത്തിട്ട് കഴുകാം. അപ്പോൾ ഇതൊന്ന് കോർത്തിട്ടിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുപ്പിയിടുക. അപ്പോൾ വെള്ളത്തിന് നല്ല കലക്കലുണ്ട്. വെള്ളത്തിന് കലക്കലുള്ളപ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളുടെ വിസിബിലിറ്റി പോകും. വിസിബിലിറ്റി പോകുമ്പോഴത്തേക്ക് ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെൻസാണ്, അതായത് ഇതിൻ്റെ സ്മെല്ല്, ഫ്രാഗ്രൻസ്. അത് മെയിനായിട്ട് ക്യാറ്റ് ഫിഷ് കാറ്റഗറി. നമ്മൾ ഈ ക്യാറ്റ് ഫിഷ് കാറ്റഗറിയിൽ ഈ കൂരി അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ മീശ കണ്ടിട്ടില്ലേ? ഈ മീശയാണ് ഇവന്മാർ ഈ ശരിക്കും അതിൻ്റെ ഏര അല്ലെങ്കിൽ അതിന് ഈ ഡെഡ് ബൈറ്റ്, വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനത്തിനെയൊക്കെ സെൻസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കലക്കലുള്ള സമയത്ത് വിസിബിലിറ്റി കുറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സെൻസ് ചെയ്തെടുക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാറ്റ് ഫിഷ് കാറ്റഗറി ആയിരിക്കും കൂടുതലും കിട്ടാൻ സാധ്യത. ചിലപ്പോൾ വാള കിട്ടാം, ചിലപ്പോൾ വാളക്കൂരി കിട്ടാം, പിന്നെ മഞ്ഞക്കൂരി കിട്ടാം, പിന്നെ ചുണ്ടൻ കൂരി, വെളുത്ത കൂരിയുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടാൻ കൂടുതൽ സാധ്യത. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അവിയുടെ ചൂണ്ടയിലാണ് മീൻ അടിച്ചേക്കണത്. സ്റ്റാലി, ഉടക്കിലോട്ട് പോവാതിരിക്കാനാ? അല്ല പോവില്ല. അപ്പൊ അവി വ്ളോഗ്സിന്റെ അവിയുടെ ചൂണ്ടയിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ യെസ്, ഇത് അവിയുടെയാണ്. മീനുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അടിപൊളി മഞ്ഞക്കൂരിയാണ്. അവി കമോൺ, അവി മീൻസ്. അങ്ങനെ നമ്മുടെ ONKV ഉണ്ണിയെ തോപ്പിച്ച് അവി വ്ളോഗ്സ് കായംകുളത്ത് നിന്ന് വന്ന് മീൻ പിടിച്ചിരിക്കെ. ഉണ്ണിയെ നോക്കിയേ, ചമ്മി വന്നു. ഹലോ ഓക്കെ റോയ്. അങ്ങനെ നമ്മുടെ കായംകുളത്തിന്റെ കൊച്ചുണ്ട്. അപ്പൊ ഇത് സക്സസ് ആണ്. ആ മീനും തിരിച്ചൊന്ന് കാണിച്ചേ. കൊമ്പുണ്ടേ, കളർ മീൻ പോലുണ്ട്. അതെ. അവി സന്തോഷമുണ്ടോ? പിന്നില്ലേ, നല്ല രസമായിരുന്നു കേട്ടാ. വലിച്ചോണ്ട് ഇങ്ങനെ അടക്കിയിരുന്നു. ഞാൻ നോക്കുമ്പോ ഈ പൊട്ടന്മാരൊന്നും നോക്കണില്ല. ഈ സാധനം ഞാൻ ഓടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോ ഓടി വല്ല കാട്ടിലും കയറും. നമ്മുടെ അവി വ്ളോഗ്സിന്റെ ചൂണ്ടയിലാണ് മീനടിച്ചത്. ഉണ്ണിച്ചായനപ്പുറത്തുണ്ട്. എന്തായാലും ആർക്കെങ്കിലും ഇനിയും കിട്ടുന്ന തോന്നുന്നു. ഞാനപ്പോ ചൂണ്ടയൊക്കെ ഒന്ന് എടുത്തിട്ട് മാറ്റിക്കൊണ്ട് സെൻട്രൽ കൊണ്ട് ഇടാൻ പോവാ. സെൻട്രിൽ നിന്നാണ് അടിച്ചത്. എൻ്റെ പുറകിൽ ഒരുപാട് കുപ്പിച്ചൂണ്ട ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു 5 ചൂണ്ട അവിടെ കിടപ്പുണ്ട്. ഉണ്ണിയുടെ ഒരു 3 ചൂണ്ട അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇത് കയാക്ക് ചെയ്യുമ്പോൾ ഇത് വലിയൊരു സംഭവ ബഹുലമായ ഫിഷിംഗ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര ഫണ്ണാണ്. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ നമുക്ക്
എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും നമ്മൾ അങ്ങ് ദൂരെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുപ്പി അങ്ങ് താന്നു പോകുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. വലയിലുടക്കി ഒരു മലമ്പാമ്പ് ചത്ത് ഒഴുകിവനുണ്ട്. മണോണ്ടാ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മലമ്പാമ്പ് ഉടക്കി ചത്തോടെ കാണാൻ. ജീവനോടെ വലയിലുടക്കി ചത്തതാണ്. അപ്പം നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ട കാര്യം, ഇത് ഒരു ക്യാമറയെ നശിപ്പിച്ച് കളഞ്ഞതല്ല, അത് എൻ്റെ ഒരു പ്രതിഷേധമാണ്. നിങ്ങൾ ആദ്യം തന്നെ കണ്ടപ്പോൾ തോന്നിക്കാണ് എന്തിനാ ഈ ക്യാമറ പിടിക്കുന്നത്. അത് ഉപയോഗശൂന്യമായ ക്യാമറയാണ്. കാരണം അത് റിപ്പയർ ചെയ്യാൻ ഒരു പുതിയ ക്യാമറയുടെയൊക്കെ ഏകദേശം അടുത്ത് തന്നെ പൈസ വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? മഞ്ഞപ്പൂരി. അപ്പം ഇനി ഒരു കയാക്ക് മേടിച്ചു കഴിഞ്ഞാൽ കായംകുളത്ത് തുഴഞ്ഞു കിടക്കും. ത്രില്ലല്ലേ? ഇത് നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന അഭ്യാസിയാണ്. ആ പോട്ടെ. അപ്പോൾ ഇവനെ നമ്മൾ തല്ലിപ്പൊട്ടിക്കാനുള്ള പ്രധാന കാരണം ഏകദേശം 40,000 രൂപക്കാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് ഡാമേജ് ആകുന്ന സമയത്ത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഒരു 36,000 ഉള്ളൂ. 36,000 നമുക്ക് ഇവനോടൊപ്പം തന്നെ ഒരു ബാറ്ററി കിട്ടും, ബാറ്ററി ചാർജർ കിട്ടും, പിന്നെ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഒരു മെമ്മറി കാർഡ് കിട്ടും. അപ്പോൾ ഇതിനൊന്നും ഡാമേജ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ്, ലെൻസ്, ഇങ്ങനെ കുറച്ച് സ്വിച്ചസ്, ഇതൊന്നും ഡാമേജ് ആവാത്ത സാധനങ്ങളാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫിഷിംഗ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒപ്പം ഒരു അരമണിക്കൂറത്തേക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് വെള്ളം നനഞ്ഞു. പക്ഷേ അതിൻ്റെ സർവീസ് കോസ്റ്റ് വന്നത് ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ കാണിക്കാം. ഏകദേശം 30,000 രൂപയ്ക്ക് മേളിലാണ്. അപ്പോൾ ഒരു 36,000 രൂപ സ്ട്രോക്ക് കോസ്റ്റുള്ള ഒരു ഡിവൈസിന് 30,000-ൽ കൂടുതൽ രൂപ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇതിൻ്റെ സ്ക്രീൻ ഫങ്ഷനിങ് ആണ്, ഇതിൻ്റെ ബാറ്ററി, പിന്നെ ഇതിൻ്റെ കേസിങ്, ഇതിനൊന്നും വാല്യൂ ഇല്ലെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. 30,000 രൂപയ്ക്ക് എനിക്ക് ഇത് സർവീസ് ചെയ്ത് കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. കാരണം 28,000-ന് ഇതേപോലത്തെ ഒരു ക്യാം എനിക്ക് സെക്കൻഡ് ഹാൻഡ് OLX നിന്ന് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ അത്രയും കാശ് അവർ തന്നെ ചിരിക്കുക, നിങ്ങൾ ഇത്രയും കാശ് കൊടുത്ത് ഇത് നന്നാക്കണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരിക്കലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും കാണിക്കാത്ത ഒരു വട്ടാണ്, തല്ലിപ്പൊളിക്കുക. ശരി, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് തല്ലിപ്പൊളിച്ച് ഇംഗ്ലീഷുകാരല്ലേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം.
ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്ട്രോങ് ബിൽഡാണെന്ന് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ലായിരുന്നു. ഒരു 2-2.5 കിലോയുള്ള ആക്സ് വെച്ചിട്ടാണ് വെട്ടിയിട്ട് ഒരു മൊബൈൽ ഫോണാണെങ്കിൽ ഇപ്പോൾ 2 പീസെങ്കിലും ആയി പോയേനെ. വിട്ട് മാറിയില്ലെങ്കിലും ഓൾമോസ്റ്റ് 2 ആയേനെ. ഇത് കണ്ടോ, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കിയേ. ഇറ്റ്സ് ഒറിജിനൽ, മെയ്ഡ് ഇൻ ജപ്പാൻ. വെറുതെ അല്ലേ ഇവന്മാർ ജപ്പാൻകാരിങ്ങനെ. നമുക്ക് ഇനിയും വേട്ടാ. നമുക്ക് പൊട്ടാതെ ഒരു ലെൻസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതാണ് അതിൻ്റെ ഇമേജ് സെൻസർ. അത് ആകെ തവിട് പൊടിയായി. ദെൻ സ്ക്രീൻ ഒറ്റ വെട്ടിന് 2 കഷ്ണമായിട്ട് LCD ഡിസ്പ്ലേ പൊളിഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റീൽ ഭയങ്കര ഡ്യൂറബിൾ ആട്ടോ, ഒരു രക്ഷയില്ല. പക്ഷെ എന്താ, വെള്ളം ചെന്നപ്പോൾ തന്നെ ഇവൻ്റെ പണി പാളി. ചെറുതായിട്ട് ഒരു മോയ്സ്ചർ ചെന്നപ്പോൾ. പിന്നെ ലെൻസ് ഇത് അലൂമിനിയം, എയർക്രാഫ്റ്റ് അലൂമിനിയം, അത് പൊട്ടുന്നില്ല. പിന്നെ ഫ്രണ്ട് ലെൻസൊക്കെ ചാടിയിട്ടുണ്ട്. ഫ്രണ്ട് ലെൻസ് ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. ഈ കാണാവുന്ന അടി മൊത്തം അടിച്ചിട്ട് ഫ്രണ്ട് ലെൻസ് പൊട്ടിയിട്ടില്ല, സ്ക്രാച്ച് പോലും ഇല്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൻ്റെ കുറച്ച് മാർക്സ് മാത്രമേ, വിരലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇതൊരു എയർക്രാഫ്റ്റ് അലൂമിനിയാന്ന് തോന്നുന്നത്. ഇനിയുണ്ട് ലെൻസിൻ്റെ അത്. ആ ലെൻസ് പൊട്ടിയിട്ടുണ്ട്, വേറെ ലെൻസ് പൊട്ടിയിട്ടുണ്ട്. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല, ഇതെവിടെ ഇരുന്നേച്ചാണ്. ഇത് കോൺകേവ് ലെൻസാണ്, ഇത് കോൺവെക്സും. പിന്നെ വേറെ ഒരു ലെൻസ് പൊട്ടിയിട്ടുണ്ട്. അടുത്ത സാധനം ഓക്കെ. ആ ലെൻസ് കേസ് ആയിട്ടൊക്കെ ഇനിയും ഒരുപാട് പ്രഷർ ചെല്ലണം പൊട്ടണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല.
ചെറുപ്പത്തിലൊക്കെ തല്ലി പൊളിച്ചിട്ട് ഇങ്ങനെയൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്ര വലുതായി മുതുക്കനായിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങളെയൊക്കെ തുറന്ന് കാണിക്കണമെന്നുണ്ട്. ഇത് പോരുന്നില്ല സംഭവം. ഇനി ഇത് മൊത്തം ഇവിടെ നിന്ന് പിറക്കി മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കാലേ കയറും. ബോർഡ് പുറകിലാണ്, അത് ബോർഡ് പുറകിലാണ്. സ്വിച്ച് ബോർഡ്, ഇത് കൺട്രോൾ സ്വിച്ച്, ഇതൊന്നും തുറയുന്നില്ല. ഇനിയും വെട്ടി വേണമെങ്കിൽ പൊട്ടിക്കാം. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങളാരും എന്നോട് എതിര് തോന്നരുത്. 36,000 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ന്യൂ ബോക്സ് വിത്ത് വാറണ്ടി നമ്മൾ 30,000 രൂപക്ക് നന്നാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി, ഈ കാനോൺ G7Xൻ്റെ ബ്രേക്കിംഗ് വീഡിയോസ് ആരും ചെയ്തിട്ടില്ല. സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്, പക്ഷേ യൂസ്ഫുൾ അല്ല. നിങ്ങൾക്ക് കൗതുകമാകുന്ന ഒരു വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് കാരണം ആരും ദൈവത്തെ ഓർത്ത് ചീത്ത പറയരുത്. അഹങ്കാരം കാണിച്ചതല്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ നിസാം, സൈനിങ് ഓഫ്.